ഈ പാലത്തൈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും അത് ഒരു വിഭാഗം മത തീവ്രവാദികളും CPM-ഉം ചേർന്ന് ഒരു ഹിന്ദുത്വവാദി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആരോപിച്ച് ഒരു അധ്യാപകനെ പ്രത്യേകിച്ച് CAA പ്രക്ഷോഭത്തെ ഒക്കെ എതിർത്ത് ആ നിയമത്തെ അനുകൂലിച്ച അതിന്റെ പേരിൽ അദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു ഗൂഢമായ ആസൂത്രണമാണ് പാലത്തായി കേസ്. ഇത് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞതാ. അതിന് കാരണങ്ങളുണ്ടായിരുന്നു. വെറുതെ ഒരു പെൺകുട്ടിയെ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയില്ല. ആ പെൺകുട്ടിയുടെ മൊഴികൾ തുടക്കം മുതൽ പരസ്പര വിരുദ്ധങ്ങളായിരുന്നു. പോലീസ് അത് കണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പരസ്പരമായിട്ടുള്ള പൊരുത്തമില്ല തുടക്കം മുതൽ തന്നെ കണ്ടെത്തിയിരുന്നു. തുടക്കത്തിൽ അന്വേഷിച്ച ഒരു വനിതാ ഒരു വനിതാ IPS ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇപ്പൊ BJP ആയിട്ടുള്ള ശ്രീജിത്ത് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ കേസ് അന്വേഷിച്ച് ഇത് കെട്ടിച്ചമച്ചതാണ് എന്നും ഒക്കെ പറഞ്ഞതാണ്. ഈ കേസ് അന്വേഷിച്ച മറ്റൊരു DYSP ഉണ്ടായിരുന്നു, അബ്ദുൾ റഹീം. അദ്ദേഹം സമൂഹ മാധ്യമ രംഗത്ത് വന്നു. അദ്ദേഹത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ നമ്മുടെ കയ്യിൽ വന്നു. അതായത് ഇത് വർഗീയ ലക്ഷ്യത്തോടുകൂടി കെട്ടിച്ചമച്ച കേസാണ്, ഇത് പരസ്പരമായ യാതൊരു പൊരുത്തവുമില്ല, ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിച്ചതാണ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായിരുന്നു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ഈ കേസ് വിചാരണ കേട്ട ജഡ്ജി, ആ ജഡ്ജിയെ ഈ ഇതിന്റെ വിധി പറയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അവിടുന്ന് സ്ഥലം ചെയ്യുകയും മറ്റൊരു ജഡ്ജി ഈ കേസ് ഒരു ദിവസം മാത്രം വാദം കേട്ടുകൊണ്ട് ഇതിന്റെ വിധി പറയുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, ഇതിനു മുൻപുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ഇത് തെറ്റാണ്, കെട്ടിച്ചമച്ചതാണെന്ന് പറയുകയും പിന്നീട് CPM-ന്റെ നിർദ്ദേശപ്രകാരം നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ ആവശ്യപ്രകാരം നിയോഗിക്കപ്പെട്ട രത്നകുമാർ എന്ന DYSP അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ആണ് പത്മരാജനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത്. ആ അന്വേഷണത്തിന്റെ പൊരുത്തക്കേടുകളാണ് അതിന് മുൻപ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ചൂണ്ടിക്കാണിച്ചത്. ആ രത്നകുമാറിനെ പിന്നീട് CPM ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കി. അപ്പൊ CPM-ന്റെ സ്ഥാനാർത്ഥിയായി പിന്നീട് മത്സരിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ കാലത്ത് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ച് വ്യാജമായി ഒരു അധ്യാപകനെ, ഒരു BJP അനുഭാവിയാണ്, സംഘപരിവാർ അനുഭാവിയാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പോക്സോ കേസിൽ പെടുത്തിയതാണ് എന്നുള്ള വസ്തുത അന്ന് തന്നെ വ്യക്തമായതാണ്. ഇത് ആവർത്തിച്ച് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വ്യക്തമാകുന്നു. 8-9 കാര്യങ്ങളിൽ ഈ പൊരുത്തക്കേടുകൾ ഹൈക്കോടതി വിധിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കേസിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികൾ അവര് ആരാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിന്റെ ഈ പിന്നിൽ ഇപ്പോ ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. ജീവിതാവസാനം വരെ ജീവപര്യന്തം എന്നായിരുന്നു കോടതി വിധി. അങ്ങനെയുള്ള ഗുരുതരമായ ശിക്ഷ ലഭിച്ച ഒരു അധ്യാപകന്റെ ശിക്ഷ മരവിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ കേസ് അന്വേഷണത്തിൽ ആരൊക്കെയാണ് ഗൂഢാലോചന നടത്തിയത്, ഈ കേസ് അന്വേഷണത്തിൽ അധ്യാപകനെ ശിക്ഷിക്കാൻ വേണ്ടി കോടതിയെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾ വരെ അന്വേഷിക്കേണ്ടതാണെന്നാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഇത് ഒരു വ്യക്തമായ ഒരു കേസാണ്. ഒരു സംഘപരിവാർ അനുഭാവിയെ എങ്ങനെയൊക്കെ വേട്ടയാടാം എന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു ഉദാഹരണമായിട്ട് വേണം ഇതിനെ കാണാൻ. ഓക്കെ.